Good morning. Welcome to today's section of CTTF Digital. Today we have the topic external and internal usage. കഴിഞ്ഞ സെക്ഷനകത്ത് നമ്മൾ ജാവാസ്ക്രിപ്റ്റിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ സിൻടാക്സിനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, റൈറ്റ്? സോ ഇന്നത്തെ ഈ ഒരു സെക്ഷൻ്റെ അകത്ത് അതിൻ്റെ എക്സ്റ്റേണൽ അതുപോലെ തന്നെ ഇന്റേണൽ യൂസേജിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, എന്തായിരുന്നു ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്? സോ നമ്മൾ ഇന്നത്തെ ഈ ഒരു സെക്ഷൻ്റെ അകത്ത് ജാവാസ്ക്രിപ്റ്റ്, അതായത് വെബ് പേജിൻ്റെ അകത്തുള്ള ജാവാസ്ക്രിപ്റ്റ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെബ് ഡെവലപ്മെന്റിന്റെ ഒരു പാർട്ടാണ് നമുക്ക് പറയാം. കാരണം എന്താണ്? ദ പ്ലേസ്മെന്റ് ഓഫ് ജാവാസ്ക്രിപ്റ്റ് എഫക്റ്റ് വെബ്സൈറ്റ് പെർഫോമൻസ്, റീഡബിലിറ്റി ആൻഡ് റീയൂസബിലിറ്റി. അതായത് ഈ ഒരു ജാവാസ്ക്രിപ്റ്റിന്റെ പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് വെബ്സൈറ്റിന്റെ പെർഫോമൻസിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, റീഡബിലിറ്റിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് ഓൾസോ റീയൂസബിലിറ്റിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് വി ഓൾ നോ ദാറ്റ് ഇറ്റ് ഈസ് എ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് എന്താ? അതൊരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്, ക്ലയന്റ് സൈഡ് ആണ്. ഇതിന്റെ ബിഹേവിയർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. സോ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഒരു ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. എന്തിനു വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യുന്നത്? ഇന്ററാക്ടിവിറ്റി ആഡ് ചെയ്യാനായിട്ട്. ഓക്കെ, സോ പക്ഷേ ഹൗ ഡു വി ഇൻക്ലൂഡ് ജാവാസ്ക്രിപ്റ്റ് ഇൻസൈഡ് ആൻ HTML പേജ്? എങ്ങനെയായിരിക്കും നമ്മളൊരു ജാവാസ്ക്രിപ്റ്റിനെ HTML പേജിന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്? അതിനു വേണ്ടിയിട്ട് നമുക്ക് രണ്ട് വഴികളാണ് ഉള്ളത്. എന്തൊക്കെയാണ്? ഇന്റേണലും ഉണ്ട്, അതേപോലെ തന്നെ എക്സ്റ്റേണൽ യൂസേജും ഉണ്ട്. ഓക്കെ, സോ അത് എന്തൊക്കെയാണെന്നാണ് ഈ ഒരു സെക്ഷൻ്റെ അകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഈ സ്ക്രിപ്റ്റ് പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞു, ഈ ജാവാസ്ക്രിപ്റ്റിന്റെ പ്ലേസ്മെന്റ് വെബ് പേജിനെ എന്തിനെ എഫക്ട് ചെയ്യുന്നുണ്ട്? വെബ്സൈറ്റിന്റെ പെർഫോമൻസിനെയും റീഡബിലിറ്റിനെയും റീയൂസബിലിറ്റിനെയും എഫക്ട് ചെയ്യുന്നുണ്ട്, റൈറ്റ്? സോ എന്തായിരിക്കും ഈ സ്ക്രിപ്റ്റ് പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്? സ്ക്രിപ്റ്റ് പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് where we write the JavaScript code inside or outside the HTML page. Okay, അതായത് എവിടെയാണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് കോഡ് റൈറ്റ് ചെയ്യുന്നത്? വെദർ ഇൻസൈഡ് ഓർ ഔട്ട്സൈഡ് ദ HTML പേജ്. HTML പേജിന്റെ അകത്താണോ അതോ പുറത്താണോ എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ നമുക്ക് രണ്ടെണ്ണം ഉള്ളത്. ദാറ്റ് ഈസ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ. ഇന്റേണൽ എന്ന് പറയുന്നത് HTMLന്റെ അകത്താണ് ജാവാസ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് പറയാം? ഇന്റേണൽ ആണ് നമുക്ക് പറയാം. ഇനി എക്സ്റ്റേണൽ ആവുന്നത് എപ്പോഴാണ്? സെപ്പറേറ്റ് .js ഫയൽ ഉണ്ടാവുന്ന സമയത്ത്. ഓക്കെ, സെപ്പറേറ്റ് .js ഫയൽ ഉണ്ടാവുന്ന സമയത്ത് ഈ ബോത്ത് മെത്തേഡ്സും കറക്റ്റ് ആണ്. ഓക്കെ, both methods are correct but they are used for different purposes. ഈ രണ്ട് മെത്തേഡ്സും ഇന്റേണൽ ആണെന്നുണ്ടെങ്കിലും എക്സ്റ്റേണൽ ആണെന്നുണ്ടെങ്കിലും ഇത് രണ്ട് മെത്തേഡ്സും കറക്റ്റ് തന്നെയാണ്. പക്ഷേ ഇത് ഡിഫറെന്റ് പേർപ്പസസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പലതരത്തിലുള്ള പേർപ്പസസിന് വേണ്ടിയിട്ടായിരിക്കും ഇത് എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇന്റേണൽ ജാവാസ്ക്രിപ്റ്റ് എന്താണ് എന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എന്താണ് ഈ ഇന്റേണൽ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്? നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് കോഡ് സ്ക്രിപ്റ്റ് ടാഗ്, അതായത് ഒരു HTML ഫയലിന്റെ അകത്ത് സ്ക്രിപ്റ്റ് ടാഗിന്റെ അകത്താണ് റൈറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ then we call it as internal JavaScript. Okay, അതായത് internal JavaScript means writing your JavaScript code inside script tag within the HTML file. ഇനി ഇന്റേണൽ ജാവാസ്ക്രിപ്റ്റിന്റെ അകത്ത് കോഡ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് HTML പേജിന്റെ അകത്തായിരിക്കും റൈറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇന്റേണൽ ജാവാസ്ക്രിപ്റ്റിന്റെ അകത്ത് കോഡ് എവിടെയാ റിട്ടേൺ ചെയ്യുന്നത്? ഡയറക്ട്ലി ഇൻസൈഡ് ദ HTML പേജ്. വി റൈറ്റ് ഇറ്റ് യൂസിങ് ദ സ്ക്രിപ്റ്റ് ടാഗ്. നമ്മൾ എങ്ങനെയാണ് ഇതിനെ റൈറ്റ് ചെയ്യുന്നത്? സ്ക്രിപ്റ്റ് ടാഗ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനെ റൈറ്റ് ചെയ്യുന്നത്. ഇവിടെ സെപ്പറേറ്റ് ആയിട്ടുള്ള .js ഫയൽ ഒന്നും തന്നെ ആവശ്യമില്ല. ഓക്കെ, സെപ്പറേറ്റ് .js ഫയൽ ഒന്നും തന്നെ ഇവിടെ ആവശ്യമില്ല.
ഈ ഒരു ബ്രൗസർ എന്ത് ചെയ്യുന്നുണ്ട്? റീഡ് ദ HTML ഫയൽ. ബ്രൗസർ HTML ഫയൽ റീഡ് ചെയ്തിട്ട് ദെൻ എക്സിക്യൂട്ട് ദ ജാവാസ്ക്രിപ്റ്റ്. എന്നിട്ട് എന്ത് ചെയ്യും? ജാവാസ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യും when it reaches the script tag. Okay, so browse ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് .js ഫയൽ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഡയറക്റ്റ് ആയിട്ട് സ്ക്രിപ്റ്റ് ടാഗിന്റെ അകത്ത് HTML ഫയലിന്റെ അകത്താണ് എന്ത് ചെയ്യുന്നത്? ജാവാസ്ക്രിപ്റ്റ് കോഡ് റൈറ്റ് ചെയ്യുന്നത്. ബ്രൗസർ എന്ത് ചെയ്യുന്നുണ്ട്? ഈ HTML ഫയൽ റീഡ് ചെയ്തിട്ട് ആ ഒരു ജാവാസ്ക്രിപ്റ്റിനെ എക്സിക്യൂട്ട് ചെയ്യും. എപ്പോഴ്? when it reaches the script tag. Okay, ഈ ഒരു മെത്തേഡ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് എവിടെയൊക്കെയാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്? ഈ ചെറിയ പ്രോഗ്രാംസിൽ, അതായത് ചെറിയ ചെറിയ പ്രോഗ്രാംസിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ പേജ് സ്പെസിഫിക് ലോജിക്കിന്, അതുപോലെ തന്നെ ജാവാസ്ക്രിപ്റ്റിനെ വളരെ പെട്ടെന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിലൊക്കെയാണ് ഈ ഒരു മെത്തേഡ് നമ്മൾ കൂടുതലായിട്ടും അല്ലെങ്കിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ്, ഈ ഒരു സ്ക്രിപ്റ്റിന്റെ അകത്തായിരിക്കും നമ്മുടെ കോഡ് ഉണ്ടാവുക. ദെൻ ആ ഒരു സ്ക്രിപ്റ്റ് ടാഗ് എന്ത് ചെയ്യും? ക്ലോസ് ചെയ്യും. സോ ഇതാണ് ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്, റൈറ്റ്? സോ ഈ ഒരു സ്ക്രിപ്റ്റ് ടാഗ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ജാവാസ്ക്രിപ്റ്റിന്റെ കോഡ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും, റൈറ്റ്? So whatever code is written inside these tags will be executed by the browser. അതായത് നമ്മൾ ഈ ഒരു ടാഗിന്റെ അകത്ത് എന്തൊക്കെ റൈറ്റ് ചെയ്ത് കൊടുത്തോ അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ബ്രൗസർ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ എന്തൊക്കെ ഈ ഒരു സ്ക്രിപ്റ്റ് ടാഗിന്റെ അകത്ത് റൈറ്റ് ചെയ്യുന്നുണ്ടോ അതൊക്കെ തന്നെ ബ്രൗസർ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, സ്ക്രിപ്റ്റ് ടാഗ് JS code here, സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്തു. ഓക്കെ, this is useful when you are writing small script. ഓക്കെ, ഇതെന്ന് പറയുന്നത് എന്താ? സ്ക്രിപ്റ്റ് ടാഗ് ഓപ്പൺ ചെയ്തു, JS കോഡ് ഇവിടെ റിട്ടേൺ ചെയ്തു, ദെൻ സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്തു. സോ ഇത് എപ്പോഴാണ് യൂസ്ഫുൾ ആവുന്നത്? when you are writing small script അല്ലെങ്കിൽ പേജ് സ്പെസിഫിക് ഫങ്ഷണാലിറ്റീസ്. നമ്മൾ ചെറിയ സ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ പേജ് സ്പെസിഫിക് ഫങ്ഷണാലിറ്റീസ് റൈറ്റ് ചെയ്യുന്ന സമയത്തോ ആണ് ഇത് എന്ത് ചെയ്യുന്നത്? യൂസ്ഫുൾ ആവുന്നത്. ഓക്കെ, ജാവാസ്ക്രിപ്റ്റിന് ഒരു പേജ് മാത്രമേ ആവശ്യമുള്ളൂ എന്ന് വിചാരിക്കേ. ഓക്കെ, if your JavaScript is needed only for one page. ഓക്കെ, വൺ പേജിന് മാത്രമാണ് ഈ ഒരു ജാവാസ്ക്രിപ്റ്റ് ആവശ്യം എന്ന് വിചാരിക്കുക. അപ്പൊ ഈ ഒരു ഇന്റേണൽ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് വളരെ ഈസിയും അതുപോലെ തന്നെ ഫാസ്റ്റും ആയിരിക്കും. ഓക്കെ, സോ ഇന്റേണൽ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഈസിയും ഫാസ്റ്റും ആണ്. ഇവിടെ നോ നീഡ് ടു ക്രിയേറ്റ് മൾട്ടിപ്പിൾ ഫയൽസ്. ഇവിടെ ഒന്നിൽ കൂടുതൽ ഫയൽസ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം ഇവിടെ വരുന്നില്ല. ഓക്കെ, നോ നീഡ് ടു ക്രിയേറ്റ് മൾട്ടിപ്പിൾ ഫയൽസ്. ഇതെന്ന് പറയുന്നത് ബിഗിനേഴ്സിനും അതുപോലെ തന്നെ ഡെമോൺസ്ട്രേഷൻസിനൊക്കെ വളരെ നല്ലതാണ്. ഓക്കെ, ഗുഡ് ഫോർ ബിഗിനേഴ്സ് ആൻഡ് ഫോർ ഡെമോൺസ്ട്രേഷൻസ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇന്റേണൽ ജാവാസ്ക്രിപ്റ്റിന്റെ സിന്റാക്സ് നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്ക്രിപ്റ്റിന്റെ അകത്തായിരിക്കും ഈ ജാവാസ്ക്രിപ്റ്റ് കോഡ് റിട്ടേൺ ചെയ്യുന്നുണ്ടാവുക, റൈറ്റ്? സോ സ്ക്രിപ്റ്റ് ഓപ്പൺ ചെയ്തു, ദെൻ ജാവാസ്ക്രിപ്റ്റ് കോഡ് ഇവിടെ റിട്ടേൺ ചെയ്തു, ദെൻ സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്തു. ഓക്കെ, ഈ ഒരു ഓപ്പണിംഗ് ടാഗ് ഉണ്ടല്ലോ, ഈ ഒരു സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് എന്താ? ആക്ച്വലി ഒരു ഓപ്പണിംഗ് ടാഗ് ആണ്, റൈറ്റ്? സോ ഈ ഒരു ഓപ്പണിംഗ് ടാഗ് സ്ക്രിപ്റ്റ് എന്ത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്? ടെൽസ് ദ ബ്രൗസറിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും ജാവാസ്ക്രിപ്റ്റ് ഇവിടെയാണ് ബിഗിൻ ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, സോ ദ ഓപ്പണിംഗ് ടാഗ് സ്ക്രിപ്റ്റ് ടെൽസ് ദ ബ്രൗസർ ദാറ്റ് ജാവാസ്ക്രിപ്റ്റ് ബിഗിൻസ് ഹിയർ. ഇനി ഒരു ക്ലോസിംഗ് ടാഗ് ഉണ്ടല്ലോ നമുക്ക്, ആ ഒരു ക്ലോസിംഗ് ടാഗ്, സ്ക്രിപ്റ്റ് ക്ലോസിംഗ് ടാഗ് എന്താ ബ്രൗസറിന് പറഞ്ഞു കൊടുക്കുന്നത്? ജാവാസ്ക്രിപ്റ്റ് ഇവിടെയാണ് എൻഡ് ചെയ്യുന്നത് എന്നുള്ളത്. സോ എവറിത്തിങ് ബിറ്റ്വീൻ ദീസ് ടു ടാഗ്സ് ജാവാസ്ക്രിപ്റ്റ് കോഡ്. ഇനി ഈ ഒരു രണ്ട് ടാഗിന്റെ അകത്ത് വരുന്ന എന്തൊക്കെയാണോ, ഓക്കെ, ഈ രണ്ട് ടാഗിന്റെ ഇടയിൽ വരുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ തന്നെ എന്താണ്? ജാവാസ്ക്രിപ്റ്റ് കോഡാണ്. ഓക്കെ, സോ യു ക്യാൻ റൈറ്റ് ഫങ്ഷൻസ് ഹിയർ, വേരിയബിൾസ്, ഇവന്റ്സ്, അലേർട്സ്, എനിത്തിങ് ദാറ്റ് ജാവാസ്ക്രിപ്റ്റ് അലൗസ്. അതായത് ജാവാസ്ക്രിപ്റ്റ് അനുവദിക്കുന്ന എന്ത് കാര്യം വേണമെങ്കിലും നമുക്ക് ഈ സ്ക്രിപ്റ്റിന്റെയും അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്യുന്ന ടാഗിന്റെയും അകത്ത് നമുക്ക് റൈറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ,
അത് ഫങ്ഷൻസ് ആവാം, വേരിയബിൾസ് ആവാം, ഇവന്റ്സ് ആവാം, അലേർട്സ് ആവാം. ഓക്കെ, സോ ഈ ഒരു സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ക്യാൻ ബി പ്ലേസ്ഡ് ഇൻ ദ ഹെഡ് സെക്ഷൻ ഓർ ദ ബോഡി സെക്ഷൻ. ഓക്കെ, ഈ ഒരു സ്ക്രിപ്റ്റ് എവിടെയാ പ്ലേസ് ചെയ്യുന്നത്? ഒന്നുകിൽ ഹെഡ് സെക്ഷനിലായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ബോഡി സെക്ഷനിലായിരിക്കും. ടിപ്പിക്കലി വി പ്ലേസ് ഇറ്റ് ബിഫോർ ദ എൻഡ് ഓഫ് ദ ബോഡി ഫോർ ബെറ്റർ പെർഫോമൻസ്. ഓക്കെ, നമ്മൾ കൂടുതലായിട്ടും അവിടെ പ്ലേസ് ചെയ്യുന്നത് ഈ ബോഡീന്റെ എൻഡിന് മുമ്പേ തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ മാത്രമേ ബെറ്റർ പെർഫോമൻസ് നമുക്ക് കിട്ടുന്നുള്ളൂ. ഇപ്പൊ ഇവിടെ ഹെഡിലാണ് പ്ലേസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഹെഡിലാണ്, പ്ലേസ് ഇൻ ഹെഡ് ആണെന്നുണ്ടെങ്കിൽ ദ സ്ക്രിപ്റ്റ് ലോഡ്സ് ബിഫോർ ദ HTML ബോഡി, യൂസ്ഫുൾ വെൻ യു നീഡ് ടു റൺ ജാവാസ്ക്രിപ്റ്റ് ഏർലി. ഓക്കെ, ഇപ്പൊ ഈ ഒരു സ്ക്രിപ്റ്റ് എന്ത് ചെയ്യും? ആ ഒരു HTML ബോഡിക്ക് മുന്നേ തന്നെ സ്ക്രിപ്റ്റ് ലോഡ് ആവുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്കിപ്പോ ജാവാസ്ക്രിപ്റ്റ് മുന്നേ തന്നെ റൺ ചെയ്യേണ്ടതായിട്ട് വരുന്ന സമയത്ത് ഇതെന്തായിരിക്കും? ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇനി ബോഡിയിലാണ് പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിലോ, അതായത് പ്ലേസ് ഇൻ ബോഡി ദ സ്ക്രിപ്റ്റ് ലോഡ് ആഫ്റ്റർ HTML എലമെന്റ്സ്. സ്ക്രിപ്റ്റ് എപ്പോഴേ ലോഡ് ആവുന്നുള്ളൂ? HTML എലമെന്റ്സിന് ശേഷം മാത്രമേ സ്ക്രിപ്റ്റ് ലോഡ് ആവുന്നുള്ളൂ. ഇത് എപ്പോഴാ ബെസ്റ്റ് ആവുന്നത്? ഈ ജാവാസ്ക്രിപ്റ്റ് എലമെന്റ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യേണ്ട സമയത്ത്. ഓക്കെ, ബെസ്റ്റ് വെൻ ജാവാസ്ക്രിപ്റ്റ് ഇന്ററാക്ട് വിത്ത് എലമെന്റ്സ്, അതായത് ജാവാസ്ക്രിപ്റ്റ് എലമെന്റ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് ഇത് ഏറ്റവും ബെസ്റ്റ് ആണ്. ബട്ടൺസ് ഉണ്ട്, ഹെഡിങ്സ് ഉണ്ട്, ഫോംസ് ഉണ്ട്. ഓക്കെ, ബട്ടൺസ്, ഹെഡിങ്സ് ആൻഡ് ഫോംസ്. സോ ദ സ്ക്രിപ്റ്റ് ലോഡ് ആഫ്റ്റർ HTML എലമെന്റ്സ് ആണ്, എലമെന്റ്സ് ആയിരിക്കും. അത് ബോഡിയിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ, ഹെഡിലാണെങ്കിലോ HTML ബോഡിക്ക് മുന്നേ തന്നെ സ്ക്രിപ്റ്റ് ലോഡ് ആവുന്നുണ്ട്. ലെറ്റ്സ് ടേക്ക് എൻ എക്സാമ്പിൾ. ഇവിടെ നമുക്കൊരു സിമ്പിൾ ആയിട്ടുള്ള ഇന്റേണൽ സ്ക്രിപ്റ്റിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഓക്കെ, ഡോക് ടൈപ്പ് HTML ഓപ്പൺ ചെയ്തു, ഹെഡ് ഓപ്പൺ ചെയ്തു, ടൈറ്റില് ഇന്റേണൽ സ്ക്രിപ്റ്റ് എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് കൊടുത്തതാണ്. ദെൻ ആ ഒരു ടൈറ്റില് ക്ലോസ് ചെയ്തു, ദെൻ ഹെഡ് ക്ലോസ് ചെയ്തു, ബോഡി ഓപ്പൺ ചെയ്തു. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? H2 വെൽക്കം ടു ഇന്റേണൽ ജാവാസ്ക്രിപ്റ്റ്, H2 ക്ലോസ് ചെയ്തു, ദെൻ സ്ക്രിപ്റ്റ് അലേർട്ട് ദിസ് ഇസ് എൻ ഇന്റേണൽ ജാവാസ്ക്രിപ്റ്റ്, ക്ലോസ് ചെയ്തു. അപ്പൊ ഇതാണ് നമ്മളെ ഇന്റേണൽ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്, റൈറ്റ്? സോ സ്ക്രിപ്റ്റ് ഓപ്പൺ ചെയ്തു, അലേർട്ട് കൊടുത്തു, ദെൻ സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്തു, ദെൻ ബോഡി ക്ലോസ് ചെയ്തു, ദെൻ HTML എന്തൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടോ അതൊക്കെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഒരു ഡോക് ടൈപ്പ് HTML എന്ന് പറഞ്ഞ് ഫസ്റ്റ് തന്നെ ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു സാധനം വെച്ചിട്ടാണ്, റൈറ്റ്? സോ ഇതെന്താ നമുക്ക് പറഞ്ഞിരുന്നത്? ടെൽസ് ദ ബ്രൗസർ വി ആർ യൂസിങ് HTML5. ഓക്കെ, അതായത് ബ്രൗസറിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് HTML5 ആണ് എന്നുള്ളത്. ഓക്കെ, ഇനി HTML ഓപ്പൺ ചെയ്തു. ഇതെന്താ? ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ്. ആ ഒരു HTML ഡോക്യുമെന്റിന്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് HTML എന്ന് പറയുന്ന ടാഗ്. ഓക്കെ, സോ ആ ഒരു ടാഗ് ഓപ്പൺ ചെയ്തു. നെക്സ്റ്റ് ഹെഡ് ഓപ്പൺ ചെയ്തു. ഇതെന്താ ചെയ്യുന്നത്? പേജ് ടൈറ്റിൽസും അതുപോലെ തന്നെ മെറ്റാ ഡേറ്റയും ആണ് ഈ ഒരു ഹെഡിന്റെ അകത്ത് കണ്ടെയ്ൻ ചെയ്യുന്നത്. കണ്ടെയ്ൻസ് പേജ് ടൈറ്റിൽ ആൻഡ് മെറ്റാ ഡേറ്റ. എന്താ ഈ മെറ്റാ ഡേറ്റ എന്ന് പറയുന്നത്? ഡേറ്റ എബൌട്ട് ഡേറ്റ. ഓക്കെ, ഒരു ഡേറ്റനെ കുറിച്ചിട്ടുള്ള ഡേറ്റനെയാണ് നമ്മൾ മെറ്റാ ഡേറ്റ എന്ന് പറയുന്നത്. സോ ഇവിടെ പേജ് ടൈറ്റിലും ഉണ്ടാവും, മെറ്റാ ഡേറ്റയും ഉണ്ടാവും. ടൈറ്റില് ഇന്റേണൽ സ്ക്രിപ്റ്റ് എക്സാമ്പിൾ ടൈറ്റിൽ. ഈ ഒരു ലൈൻ എന്താ നമുക്ക് പറഞ്ഞിരുന്നത്? ദ നെയിം ഷോസ് ഇൻ ദ ബ്രൗസർ ടാബ്. ഓക്കെ, ദ നെയിം ഷോൺ ഇൻ ദ ബ്രൗസർ ടാബ്. ഇനി ബോഡി കണ്ടെയ്ൻസ് ദ കോണ്ടന്റ് ദാറ്റ് അപ്പിയർ ഓൺ ദ വെബ് പേജ്. ഓക്കെ, ഈ ബോഡിന്റെ അകത്തായിരിക്കും ആ ഒരു വെബ് പേജിന്റെ അകത്ത് അപ്പിയർ ചെയ്യുന്ന കോണ്ടന്റ് ആ ഒരു ബോഡിന്റെ അകത്താണ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് H2 വെൽക്കം ടു ഇന്റേണൽ ജാവാസ്ക്രിപ്റ്റ്, H2 ക്ലോസ് ചെയ്തു. ഈ ഒരു ഹെഡിങ് എന്ന് പറയുന്നത് ഡിസ്പ്ലേ, അതായത് നമ്മുടെ ആ ഒരു പേജിന്റെ അകത്ത് ഡിസ്പ്ലേ ചെയ്യുന്ന ആ ഒരു ഹെഡിങ് ഉണ്ടല്ലോ, അതാണ് ഈ H2 ടാഗ്. അതായത് ഈ ഹെഡിങ് ടാഗിന്റെ അകത്ത് നമ്മൾ കൊടുക്കുന്നത്. സ്ക്രിപ്റ്റ് ജാവാസ്ക്രിപ്റ്റ് കോഡിന്റെ അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് കോഡിന്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അതായത് സ്ക്രിപ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്തു. അലേർട്ട്
This is an internal JavaScript, right? അപ്പൊ ഈ ഒരു ബ്രൗസർ എന്താ കാണിക്കുന്നത്? ഒരു പോപ്പപ്പ് മെസ്സേജ് ബോക്സ്. ഓക്കെ, ഈ ഒരു ബ്രൗസർ ഒരു പോപ്പപ്പ് മെസ്സേജ് ബോക്സ് ആണ് നമുക്ക് ബ്രൗസർ ഷോ ചെയ്യുന്നത്. ഇത് ഡെമോൺസ്ട്രേറ്റ് ഇന്റേണൽ ജാവാസ്ക്രിപ്റ്റ്. ഓക്കെ, ദിസ് ഡെമോൺസ്ട്രേറ്റ് ഇന്റേണൽ. ഇത് എന്തിനാ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്? ഇന്റേണൽ ജാവാസ്ക്രിപ്റ്റിനെയാണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. ദെൻ സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്തു, അതായത് ആ ഒരു സ്ക്രിപ്റ്റ് എൻഡ് ചെയ്തു എന്നുള്ളത് കാണിക്കുന്നത്. Then browser execute the script automatically when the page load. അപ്പൊ ആ ഒരു പേജ് ലോഡ് ആയി കഴിഞ്ഞാൽ ബ്രൗസർ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു സ്ക്രിപ്റ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, സോ ഇന്റേണൽ ജാവാസ്ക്രിപ്റ്റ് എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കി, റൈറ്റ്? ദെൻ വി മൂവിങ് ഓൺ ടു എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റ്. എന്താണ് ഈ എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്? That means writing the JavaScript code in a separate .js file and linking it to the HTML. ഇന്റേണലിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു HTML ടാഗിൻ്റെ അകത്ത്, അതായത് സ്ക്രിപ്റ്റ് ടാഗിൻ്റെ അകത്ത് HTMLന്റെ അകത്താണ് എന്ത് ചെയ്യുന്നത്? ജാവാസ്ക്രിപ്റ്റ് കോഡ് റൈറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെയുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള .js ഫയലിലായിരിക്കും ജാവാസ്ക്രിപ്റ്റ് കോഡ് റൈറ്റ് ചെയ്യുന്നത്. ദെൻ അതിന് എന്ത് ചെയ്യും? HTML ആയിട്ട് ലിങ്ക് ചെയ്യും. ഓക്കെ, സെപ്പറേറ്റ് ഫയൽ ദാറ്റ് ഈസ് ലിങ്ക്ഡ് യൂസിങ് ഈ ഒരു സ്ക്രിപ്റ്റ് SRCയോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ലിങ്ക് ചെയ്യും. ഓക്കെ, സോ എക്സ്റ്റേണല് സെപ്പറേറ്റ് ഫയലാണ്. സോ ജാവാസ്ക്രിപ്റ്റ് ലിവ്സ് ഇൻ എ .js ഫയൽ. ഫോർ എക്സാമ്പിൾ main.js, app.js ഒക്കെ പോലെ. ഓക്കെ, ലിങ്കിങ് the HTML uses the script SRC. HTML എന്ത് ചെയ്യും? സ്ക്രിപ്റ്റ് SRC യൂസ് ചെയ്യും. ഓക്കെ, ദെൻ ആ ഒരു സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്തു. അപ്പൊ ഈ ഒരു ആട്രിബ്യൂട്ട് to tell the browser where to load the JS form from. Okay, attribute to tell the browser where to load the JS from. Okay, so this is the linking. Okay, ഇനി why use it in professional development? ഈ ഒരു എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റ് ആണ് നമ്മൾ പ്രൊഫഷണൽ ഡെവലപ്മെന്റിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടായിരിക്കും ഇത് പ്രൊഫഷണൽ ഡെവലപ്മെന്റിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? കാരണം ഇതിന്റെ റിയൂസബിലിറ്റി, അതായത് സെയിം .js ഫയൽ നമുക്ക് ഒരുപാട് HTML പേജസിന്റെ അകത്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്, റൈറ്റ്? സോ സെയിം .js can be used across many HTML pages. നെക്സ്റ്റ്, ഓർഗനൈസേഷൻസ്. ഈ HTML കീപ് HTML സ്ട്രക്ചർ അല്ലെങ്കിൽ കോണ്ടന്റ് സെപ്പറേറ്റ് ഫ്രം ബിഹേവിയർ JS. ഓക്കെ, സോ ഈ HTMLനെ സെപ്പറേറ്റ് ആയിട്ട് വെക്കും, അതായത് അതിന്റെ ബിഹേവിയറിൽ നിന്നും ഈ HTMLനെ സെപ്പറേറ്റ് ആയിട്ട് വെക്കുന്നുണ്ട്, സ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിലും കോണ്ടന്റ് ആണെന്നുണ്ടെങ്കിലും. പെർഫോമൻസ്. ബ്രൗസേഴ്സ് cache external files. Okay, browsers cache external files, reducing repeat downloads and improving load times. Okay, browsers എന്ത് ചെയ്യും? ഈ external ഫയൽസിനെ cache ചെയ്യും. അങ്ങനെ ചെയ്യുന്നത് വഴി ഈ റിപ്പീറ്റ് ആയിട്ടുള്ള ഡൗൺലോഡ്സും അതുപോലെ തന്നെ റെഡ്യൂസ് ചെയ്യാനായിട്ടും ഈ ലോഡ് ടൈം ഉണ്ടാവുമല്ലോ അതിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ടും സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ റിയൂസബിലിറ്റി, ഓർഗനൈസേഷൻസ്, പെർഫോമൻസ്. ഇനി എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റിന്റെ സിൻടാക്സ് നമുക്ക് നോക്കാം. HTML ഫയല് index.html. ഓക്കെ, HTML ഫയല് index.html. അപ്പൊ സ്ക്രിപ്റ്റ് SRC is equal to script.js, സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്തു. ഇനി എക്സ്റ്റേണൽ ഫയല് script.js. അലേർട്ട്, ദിസ് ഇസ് an external JavaScript. ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ഈ HTMLും അതുപോലെ തന്നെ ജാവാസ്ക്രിപ്റ്റും എന്താ? സെപ്പറേറ്റ് ആയിട്ടാണ് ഉള്ളത്, റൈറ്റ്? അപ്പൊ ഈ ഒരു ബ്രൗസർ സ്ക്രിപ്റ്റ് ഫയലിനെ എന്ത് ചെയ്യും? SRC ആട്രിബ്യൂട്ടിലൂടെ ലോഡ് ചെയ്യും. ഓക്കെ, ബ്രൗസർ സ്ക്രിപ്റ്റ് ഫയല് SRC ആട്രിബ്യൂട്ടിലൂടെ ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അലേർട്ട്, ദിസ് ഇസ് ആൻ എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റ്. ഇവിടെ HTML ആണെന്നുണ്ടെങ്കിലും ജാവാസ്ക്രിപ്റ്റ് ആണെന്നുണ്ടെങ്കിലും സെപ്പറേറ്റ് ആയിട്ടാണ് ഉള്ളത്. സോ ദ ബ്രൗസർ ലോഡ് ദ സ്ക്രിപ്റ്റ് ഫയൽ ത്രൂ ദ SRC ആട്രിബ്യൂട്ട്. ഓക്കെ, ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് SRC, script.js, സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്തു.
അപ്പൊ ഈ ഒരു ബ്രൗസർ സ്ക്രിപ്റ്റ് ഡോട്ട് ജെ എസിനെയും ഫെച്ച് ചെയ്യും. ഓക്കെ, ഈ ഒരു സ്ക്രിപ്റ്റ് ഡോട്ട് ജെ എസിന് ബ്രൗസർ ഫെച്ച് ചെയ്തിട്ട് അതിനെ ഡോക്യുമെന്റ് കോണ്ടെക്സിന്റെ അകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു SRC ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് മസ്റ്റ് ആയിട്ടും URL അല്ലെങ്കിൽ ഒരു വാലിഡ് ആയിട്ടുള്ള URL അല്ലെങ്കിൽ പാത്തില് പോയിന്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഇറ്റ് ക്യാൻ ബി റിലേറ്റീവ് അല്ലെങ്കിൽ അബ്സല്യൂട്ട്. ഓക്കെ, റിലേറ്റീവ് അതായത് JS അല്ലെങ്കിൽ മെയിൻ ഡോട്ട് JS ആയിട്ട് റിലേറ്റീവ് ആയിരിക്കും അല്ലെങ്കിൽ അബ്സല്യൂട്ട് ആയിരിക്കും. ഇപ്പൊ ഒരു സ്ക്രിപ്റ്റ് ടാഗിന് SRC ഉണ്ട് എന്നുണ്ടെങ്കിൽ ഏതൊരു കോണ്ടന്റും ആ ഒരു ടാഗിന്റെ അകത്തുള്ള ഏതൊരു കോണ്ടന്റും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഇഗ്നോർ ചെയ്യാനായിട്ട് പറ്റും. ബ്രൗസർ ഓൺലി ലോഡ് ദ എക്സ്റ്റേണൽ ഫയൽ. ഓക്കെ, ബ്രൗസർ എന്ത് മാത്രമേ ലോഡ് ചെയ്യുന്നുള്ളൂ, എക്സ്റ്റേണൽ ഫയൽ മാത്രമേ ലോഡ് ചെയ്യുന്നുള്ളൂ. ഈ എക്സിക്യൂഷൻ ടൈമിങ് നോർമൽ സ്ക്രിപ്റ്റ് റൂൾസിനെ ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, എക്സിക്യൂഷൻ ടൈമിങ് നോർമൽ സ്ക്രിപ്റ്റ് റൂൾസ് ഫോളോ ചെയ്യുന്നുണ്ട്. ബ്ലോക്കിംഗ് unless differ or async used. More on placement next. Okay, so execution timing follows normal script rules. More on replacement next. Okay, ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഓക്കെ, ലിങ്കിങ് ആൻഡ് എക്സ്റ്റേണൽ ഫയൽ. ഒരു എക്സ്റ്റേണൽ ഫയൽ ലിങ്ക് ചെയ്യുന്നതാണ്. ഫയൽ 1 index.html. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഡോക് ടൈപ്പ് HTML ഓപ്പൺ ചെയ്തു, ഹെഡ് ഓപ്പൺ ചെയ്തു, ടൈറ്റിൽ എക്സ്റ്റേണൽ സ്ക്രിപ്റ്റഡ് എക്സാമ്പിൾ, ടൈറ്റിൽ ക്ലോസ് ചെയ്തു, സ്ക്രിപ്റ്റ് SRC is equal to main.js, സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്തു, ഹെഡ് ക്ലോസ് ചെയ്തു, ബോഡി ഓപ്പൺ ചെയ്തിട്ട് H2 എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റ് എക്സാമ്പിൾ ക്ലോസ് ചെയ്തു, ബോഡി ക്ലോസ് ചെയ്തു, HTML ക്ലോസ് ചെയ്തു. സോ ഫയൽ 2 എന്ന് പറയുന്നത് main.jsന്റെ അകത്ത് കൊടുക്കുന്നതാണ്. അലേർട്ട് വെൽക്കം ദിസ് മെസ്സേജ് ഈസ് ഫ്രം എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റ്. ഓക്കെ, സോ ഇവിടെ ബ്രൗസർ index.html റിക്വസ്റ്റ് ചെയ്യും. ഓക്കെ, സോ വൈൽ പാർസിംഗ് ഹെഡ് ഇറ്റ് എൻകൗണ്ടേഴ്സ് എ സ്ക്രിപ്റ്റ് SRC is equal to main.js. ഓക്കെ, അതായത് ഈ ഹെഡിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് വെയിൽ പാർസിംഗ് ഹെഡ്, okay, while parsing head it encounters script SRC is equal to main.js and main.js ന് വേണ്ടിയിട്ട് സെർവറിന് main.js വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യും. ഓക്കെ, അതായത് സെർവറിന്റെ അകത്തുനിന്ന് main.js വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. വൺസ് ഈ ഒരു main.js എന്ന് പറയുന്നത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, വൺസ് main.js ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രൗസർ എന്ത് ചെയ്യും, അതിന്റെ കോണ്ടന്റ് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ദ ബ്രൗസർ എക്സിക്യൂട്ട് ഇറ്റ്സ് കോണ്ടന്റ്സ്. അലേർട്ട് ഇമ്മീഡിയറ്റ്ലി. ഓക്കെ, ഇനി എക്സിക്യൂഷന് ശേഷം ആഫ്റ്റർ എക്സിക്യൂഷൻ ഈ HTML എന്ത് ചെയ്യുന്നുണ്ട്, പാർസിംഗ് ഓഫ് ദ HTML കണ്ടിന്യൂസ്. ഓക്കെ, ഈ HTMLന്റെ പാർസിംഗ് എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. സോ എക്സിക്യൂഷൻ കഴിഞ്ഞതിന് ശേഷം പാർസിംഗ് ഓഫ് ദ HTML കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഈ HTML ഫയല് സ്റ്റേസ് ക്ലീൻ. ഓക്കെ, HTML ഫയൽ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലീൻ ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു അലേർട്ട് ലോജിക് ലിവ്സ് ഇൻ main.js ആൻഡ് ക്യാൻ ബി റീയൂസ്ഡ്. ഓക്കെ, അത് നമുക്ക് റീയൂസ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം എന്താ, ഈ സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ, അതായത് സ്ക്രിപ്റ്റ് ഇസ് ഇൻ ഹെഡ്. ഈ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഹെഡിന്റെ അകത്താണ് ഉള്ളത്. ആൻഡ് എക്സിക്യൂട്ട് വൈൽ പാർസിംഗ്, അത് പാർസിംഗ് നടക്കുന്ന സമയത്ത് അത് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു സംഭവം റെൻഡറിംഗ്, അതായത് അത് ഡൗൺലോഡ് ചെയ്യുന്നത് വരെയുള്ള റെൻഡറിംഗ് ഉണ്ടല്ലോ, അതിനെ ബ്ലോക്ക് ചെയ്യും. പ്ലസ് എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ ഈ നോൺ ബ്ലോക്കിംഗ് ബിഹേവിയറിന് വേണ്ടിയിട്ട് കൺസിഡർ differ or place script at end of body. So because of the script is in head and execute while passing, it may block rendering until download plus execution complete. For non-blocking behavior, consider differ or place script at end of body. ഇപ്പൊ ഈ ഒരു main.jsന് DOM manipulating code that run immediately. Okay, if main.js has DOM, okay, manipulating code,
that runs immediately. ഈ main.jsന് DOM manipulating code, അതായത് ഇമ്മീഡിയറ്റ് ആയിട്ട് റൺ ചെയ്യുന്ന DOM manipulating code ഉണ്ട് എന്നുണ്ടെങ്കിൽ elements may not exist. elements എന്ത് ചെയ്യില്ല, എക്സിസ്റ്റ് ചെയ്യില്ല, എക്സിസ്റ്റ് yet. If the script execute before the DOM is ready. Okay, elements may not exist yet if the script executes before the DOM is ready. Placement and loading script. Okay, placement അതുപോലെ തന്നെ loading script. ഈ script src is equal to app.js script close ചെയ്തു. Default script എന്ന് പറയുന്നത് fetched and executed immediately, blocking. Okay, അപ്പോൾ ഈ സ്ക്രിപ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഫെച്ച് ചെയ്തു, അതുപോലെ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തു. സ്ക്രിപ്റ്റ് src is equal to app.js differ. സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്തു. Fetches in parallel, executes after HTML passing, good for external script that manipulate DOM. Okay, അപ്പോൾ ഈ ഒരു സ്ക്രിപ്റ്റ് src is equal to app.js async സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്തു. ഇതെന്താ ചെയ്യുന്നത്, പാരലൽ ആയിട്ട് ഫെച്ച് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യും. അതായത് അതിന് ആസ് സൂൺ ആസ് ഇറ്റ്സ് അവൈലബിൾ, അത് അവൈലബിൾ ആവുന്ന അപ്പൊ തന്നെ അതെന്ത് ചെയ്യുന്നുണ്ട്, എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സ്ക്രിപ്റ്റിന് വളരെ നല്ലതായിരിക്കും, പക്ഷെ നോട്ട് ഫോർ ഓർഡർ ഡിപെൻഡന്റ് കോഡ്. ഓക്കെ, ഇത് ഓർഡർ ഡിപെൻഡന്റ് കോഡിന് ഇതൊരിക്കലും സ്യൂട്ടബിൾ ആവത്തില്ല. ഓക്കെ, നെക്സ്റ്റ് കാഷിംഗ് ആൻഡ് പെർഫോമൻസ്. ഈ എക്സ്റ്റേണൽ ഫയൽസ് എന്ന് പറയുന്നത് നമുക്ക് ബ്രൗസർ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കാഷ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, ഈ ബ്രൗസറിന് എക്സ്റ്റേണൽ ഫയൽസ് കാഷ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഹാഷിംഗ് ഹെഡേഴ്സ് യൂസ് ചെയ്യും എന്തിനു വേണ്ടിയിട്ട്, പെർഫോമൻസിന് വേണ്ടിയിട്ട്. ഓക്കെ, സോ യൂസ് കാഷിംഗ് ഹെഡേഴ്സ് ഫോർ പെർഫോമൻസ്. മിനിഫൈ ആൻഡ് ബണ്ടിൽ JS ഫോർ പ്രൊഡക്ഷൻ ടു റെഡ്യൂസ് സൈസ് ആൻഡ് റിക്വസ്റ്റ്. എന്തിനു വേണ്ടിയിട്ടാണ്, പ്രൊഡക്ഷന് വേണ്ടിയിട്ട് സൈസ് റെഡ്യൂസ് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട്. മെയിൻറ്റൈനബിലിറ്റി ആൻഡ് ടീം വർക്ക് ഫ്ലോ. എക്സ്റ്റേണൽ JS എൻകറേജസ് മോഡുലാർ കോഡ്. ഈ എക്സ്റ്റേണൽ JS എന്ന് പറയുന്നത് മോഡുലാർ കോഡ് എൻകറേജ് ചെയ്യുന്നുണ്ട്. സോഴ്സ് കൺട്രോള്, അതുപോലെ തന്നെ റീയൂസ് അക്രോസ് മൾട്ടിപ്പിൾ പേജസ്. നമുക്ക് ഒന്നിൽ കൂടുതൽ പേജസിൽ അതിനെ റീയൂസ് ചെയ്യാനായിട്ട് സാധിക്കും. യൂസ് ഫോൾഡേഴ്സ് ആൻഡ് മീനിങ് ഫയൽ നെയിംസ്. ഓക്കെ, അതായത് മീനിങ് ഫുൾ ആയിട്ടുള്ള ഫയൽ നെയിംസ്, അതായത് ഈ app.js utils.js ഒക്കെ പോലെയുള്ള മീനിങ് ഫുൾ ഫയൽ നെയിംസും ഈ JS വെണ്ടർ ഒക്കെ പോലെയുള്ള ഫോൾഡേഴ്സും യൂസ് ചെയ്യാം. ഡീബഗിംഗ് ആൻഡ് ഡേവ് ടൂൾസ്. യൂസ് console.log ഫോർ ഡീബഗിംഗ് ഇൻസ്റ്റെഡ് ഓഫ് അലേർട്ട്. അതായത് അലേർട്ടിന് പകരമായിട്ട് എന്ത് ചെയ്യാം, ഡീബഗിങ്ങിന് console.log യൂസ് ചെയ്യാം. ഈ ഡെവലപ്പേഴ്സ് ടൂൾ ഷോസ് ലോഡഡ് സ്ക്രിപ്റ്റ് ഫയൽസ്, enables settings, breakpoints, stepping through code, inspecting variables. Okay, developers tool എന്താ നമുക്ക് കാണിച്ചു തരുന്നത്, ലോഡഡ് സ്ക്രിപ്റ്റ് ഫയൽസ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്, സെറ്റിംഗ് ബ്രേക്ക് പോയിന്റ്സ് ഇനാബിൾ ചെയ്യുന്നുണ്ട്, സ്റ്റെപ്പിംഗ് ത്രൂ കോഡ്, ഇൻസ്പെക്ടിങ് വേരിയബിൾസ്. നെക്സ്റ്റ് സെക്യൂരിറ്റി. ഈ ഇന്നർ HTML യൂസ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുക വിത്ത് അൺട്രസ്റ്റഡ് കോണ്ടന്റ്. ഓക്കെ, അതായത് അവോയ്ഡ് യൂസിങ് ഇന്നർ HTML. ഈ അൺട്രസ്റ്റഡ് ആയിട്ടുള്ള കോണ്ടന്റിന്റെ കൂടെ നമ്മൾ ഇന്നർ HTML യൂസ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഈ ടെക്സ്റ്റ് കോണ്ടന്റ് പ്രിഫർ ചെയ്യാം. എന്തിനു വേണ്ടിയിട്ട്, പ്ലെയിൻ ടെക്സ്റ്റ് അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ ഇൻപുട്ട് സാനിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി സ്ക്രിപ്റ്റ് ലോഡ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ only include trusted source. Okay, trusted ആയിട്ടുള്ള സോഴ്സ് മാത്രം അതിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഈ തേർഡ് പാർട്ടി സ്ക്രിപ്റ്റ് റൺ വിത്ത് യുവർ പേജ് പ്രിവിലേജസ്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു സെക്ഷൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. CTTFന്റെ ഇന്നത്തെ ഈ ഒരു സെക്ഷൻ ഇവിടെ അവസാനിക്കുവാണ്. നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ കാണാം. ദാറ്റ്സ് ഓൾ. താങ്ക് യു.